കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഫിലമെൻറ്റിൻ്റെ അകത്ത് ഒരു റിസോഴ്സ് സെറ്റപ്പ് ചെയ്തിട്ട്, അതായത് സ്റ്റുഡൻസ് എന്ന് പറയുന്ന മോഡലിന് വേണ്ടിയിട്ട് ഒരു റിസോഴ്സ് സെറ്റപ്പ് ചെയ്ത് നമ്മൾ അതിൻ്റെ ക്രെഡ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ്ലി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആ ഫിലമെൻറ്റിൻ്റെ അകത്ത് ഒരു ഫോം ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഫോം എലമെൻറ്റ്സ് ഉണ്ടല്ലോ, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയോ ബോക്സ്, ചെക്ക് ബോക്സ്, അതേപോലെ ടെക്സ്റ്റ് ഏരിയ, അങ്ങനത്തെ ടോഗിൾ ബാർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ഫയൽ ഇൻപുട്ടും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത സമയത്ത് നോക്കിയ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ടിൻ്റെ ടെക്സ്റ്റ് ഫീൽഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഡേറ്റ് പിക്കർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ കുറച്ച് കൂടുതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അതായത് മൾട്ടിപ്പിൾ ഫോം എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോം എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഇന്ന് നോക്കാം. ഇനിയുള്ളത് അങ്ങോട്ടേക്ക് ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ തന്നെ റെഫറൻസ് ചെയ്തിട്ട് ചെയ്യുന്ന ലെവലിലേക്ക് ചെയ്യുക. ഞാനൊരു സ്റ്റാർട്ടിങ് ലെവലിലുള്ള സാധനം മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടി കുറച്ചുകൂടി നല്ലപോലെ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവരുടെ ഡോക്യുമെൻറ്റേഷൻ, ഫിലമെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഫോം ബിൽഡർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പലതരത്തിലുള്ള ഫോം ബിൽഡേഴ്സ് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതിലുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ എന്താക്കുക, പോയിട്ട് നല്ലതുപോലെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഒരു ചെറിയൊരു അസൈൻമെൻറ്റ് പോലെ കിടക്കുകയും ചെയ്തിട്ട്, അപ്പോൾ ആകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇതേപോലെ സ്റ്റുഡൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കൊരു സെലക്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. അതായത് സ്റ്റുഡൻറ്റിൻ്റെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻറ്റിൻ്റെ ലൈക്ക് ഒരു സ്റ്റേറ്റ് ഏതാണെന്നുള്ള ലെവലിലേക്ക് നമുക്കൊരു സെലക്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് ആക്കാം. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നേരെ കോഡിലേക്ക് പോവാം. കോഡ് ഇതാണ്. സോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് വെക്കാം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത്രയാണ് ടെക്സ്റ്റ് ഇൻപുട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു സെലക്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഇതിനോട് പറഞ്ഞു കൊടുക്കുക. അതായത് നമുക്ക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെലക്ട് ബോക്സ് ആണ് വേണ്ടത്. അപ്പോൾ ആ സ്റ്റേറ്റ് എന്ന് പറയുന്ന സെലക്ട് ബോക്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലാസ്റ്റ് ടൈമിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാം. അപ്പം സെലക്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാം. സെലക്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ദെൻ മേക്ക്. ഇതിനൊക്കെ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഞാനിവിടെ ആഡ് ചെയ്യുമ്പോൾ എൻ്റെ VS കോഡ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനൊക്കെ ഇവിടെ മുകളിൽ ഇത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നെയിം സ്പേസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ടെക്സ്റ്റ് ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ ഇതും, ഡേറ്റ് പിക്കർ ആണെന്നുണ്ടെങ്കിൽ ഡേറ്റ് പിക്കറും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം മാത്രം, നിങ്ങൾ VS കോഡിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ നെയിം സ്പേസ് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ആഡ് ചെയ്യണം. പിന്നെ ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക്കലി ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ ആഡ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. VS കോഡിൽ എങ്ങനെയാണ് ലാറവലിൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ നിങ്ങളത് പോയിട്ട് കണ്ടിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഓട്ടോമാറ്റിക്കലി അത് അവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, സോ നമുക്കിവിടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒരു മേക്ക്, രണ്ട് മെത്തേഡാണ് മെയിനായിട്ട് വരുന്നത്. മേക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളെന്താണ് പേര് കൊടുക്കുന്നത് അത്. ദെൻ അതിനുശേഷം ഓപ്ഷൻസ് എന്ന് പറയുന്നൊരു അറയാണ് വരുന്നത്. സോ ഈ അറേൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ കീ വാല്യൂ പേര് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതായത് ജസ്റ്റ് നമുക്കിപ്പോൾ എന്താ പറയാൻ പറ്റുക, നെയിം എന്ന് പറയുന്നത്, അങ്ങനെയല്ല, അതിൻ്റെ വാല്യൂ, അതായത് ഇപ്പം വയനാട് എന്നുള്ള ലെവലിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് അറേ, ദെൻ അതിൻ്റെ വാല്യൂ നമുക്ക് എന്താണോ കാണിക്കേണ്ടത്, അതായത് ഓപ്ഷൻ്റെ ലേബലും ഓപ്ഷൻ കാണിക്കുന്ന വാല്യൂ, അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി കോഴിക്കോട് എന്നുള്ള ലെവലിൽ ഇതിനിവിടെ കൊടുക്കാം. സോ കോഴിക്കോട് എന്ന് ഇവിടെ നമുക്ക് കൊടുക്കാം. ദെൻ കോമ ഇട്ട് കൊടുക്കാം. എങ്കിൽ മാത്രം സിൻടാക്സ് ലെറ്റർ ക്ലിയർ ആവുള്ളൂ. സോ ഇത് സ്മോൾ ലെറ്ററിൽ നമുക്ക് ഡാറ്റാബേസ് സേവ് ചെയ്ത ലെവലിലേക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്കൊരു മലപ്പുറം കൂടി കൊടുക്കാം. മലപ്പുറത്തിന് വേണ്ടി വീണ്ടും തോന്നല്ലേ. ഓക്കെ, മലപ്പുറം. ഓക്കെ, ഇവിടെ ഒരു കോമ മിസ്സിംഗ് ആണ്. സോ ഇത് കോമ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇവിടെ നിന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയേക്കാം. സോ റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടില്ലേ, സ്റ്റേറ്റിൻ്റെ ഒരു സെലക്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്ത അറേൻ്റെ വാല്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കീ ആയിട്ടുള്ളതായിരിക്കും ഇതിൻ്റെ നെയിമായിട്ട് വന്നിട്ടുണ്ടാവും. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതിൻ്റെ കീ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ വാല്യൂ ആയിട്ട് കയറിയിട്ടുണ്ടാവും. അറേക്ക് നമ്മൾ കീ കൊടുക്കുന്നത് അതിൻ്റെ വാല്യൂ ആയിട്ട് വന്ന സാധനം ഇതിവിടെ നമുക്ക് കാണിച്ചു തരുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ചിലർക്ക് റിക്വയർമെൻറ്റ് വരുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സെർച്ച് ബോക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്, സെലക്ട് ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ സെലക്ട് എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജൊക്കെ ഉണ്ട്, പ്ലഗിനൊക്കെ ഉണ്ട് JS-ന്റെ. അത് ഞാനതാണ് കൂടുതലായിട്ട് എൻ്റെ പ്രൊജക്റ്റിൽ യൂസ് ചെയ്തത്, സെലക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാധനം ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് സെലക്ട് കാണിച്ചിടാം. സെലക്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അത് സെലക്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ്.
ഡ്രോപ്പ് ഡൗണിൽ സെർച്ച് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പാക്കേജാണത്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു റിക്വയർമെൻറ്റ്, ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളതല്ല വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു റിക്വയർമെൻറ്റ് ഇതിൻ്റെ അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫിലമെൻറ്റിൽ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിനെല്ലാം നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് എന്താക്കാം, ഇതിൻ്റെ അകത്ത് ഓരോരോ ഫംഗ്ഷൻസിനെ വിളിച്ചു കൊടുക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റാം. ഈ സ്റ്റൈൽ മാറ്റുന്നതിന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ നേറ്റീവ് ആയിട്ടുള്ള ഒരു HTML നേറ്റീവ് ആയിട്ടുള്ള വേയിലാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാന്ന് പറയുക, നേറ്റീവ് ഫോൾസ് എന്ന് പറഞ്ഞു കൊടുക്കാം. നേറ്റീവ് ഫോൾസ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ വരുന്നത് എന്നുള്ളത് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് നോക്കി വെക്കാം. അത് വയ്ക്കുന്ന സമയത്ത് ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു സ്റ്റൈലൊന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി വൃത്തിയില്ല കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതാണ് നമുക്ക് വരുന്നത് ഇതേപോലെ തന്നെ വേറൊരു സംഭവം കൊണ്ടിട്ട് ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഡേറ്റ് പിക്കർ. ഇത് കണ്ടില്ല, ഡേറ്റ് പിക്കർ എന്ന് പറയുന്ന സെലക്ട് ചെയ്യുമ്പോൾ ഇതൊരു സാധാരണ ഒരു ഡേറ്റ് പിക്കറാണ് വരുന്നത്. അപ്പോൾ ഇത് ഡേറ്റ് പിക്കറിൻ്റെ കോഡ് നോക്കിയാൽ നിങ്ങളിവിടെ ജസ്റ്റ് ഡേറ്റ് പിക്കർ മേക്ക് DOP എന്നുള്ള ലെവലിലല്ലേ. സോ ഞാനിത് എന്താക്കുന്നത്, ഇതിനും നേറ്റീവ്, അതാണ് നേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് പിക്കറാണ്, അതും ഫോൾസ് ചെയ്യണം. നേറ്റീവ് ആയിട്ടുള്ളത് എനിക്ക് വേണ്ട എന്നുള്ള ലെവലിൽ പറയാം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഫിലമെൻറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം. നമ്മൾ റീഫ്രഷ് ചെയ്യുന്നു. ഇവിടെ ഞാനിത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും, അയ്യോ നല്ല രസമല്ലേ കാണാൻ. ഇതിൻ്റെ ഡേറ്റ് പിക്കർ ഇത് ചെയ്യുന്ന സാധനങ്ങളും കറക്റ്റ് എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ലെവലിലുള്ള ഒരു സാധനമാണ് ആ നേറ്റീവ് എന്ന് പറയുന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് സെലക്റ്റിൻ്റെ അകത്താണല്ലോ നമുക്ക് സെർച്ച് വേണ്ടത്. സോ നമുക്ക് എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെർച്ചബിൾ എന്ന് പറഞ്ഞിട്ടൊരു കീയും കൂടി ഉണ്ട്. ഈ സെർച്ചബിൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് റീഫ്രഷ് ചെയ്ത് നോക്കിയേക്കാം. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ കണ്ട ഇവിടെ ഒരു ടൈപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോട് നിന്ന് മാത്രം അടിക്കുകയാണ്, കണ്ട കോഴിക്കോട് നിന്ന് മാത്രമേ വരുള്ളൂ. അതേപോലെ മലപ്പുറം നിന്ന് മാത്രം അടിക്കുകയാണ്, മലപ്പുറം എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഉള്ളൂ. സോ ഇങ്ങനെ ലെവലിൽ നിങ്ങൾക്ക് പല തരത്തിലുള്ള കസ്റ്റമൈസേഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വരുന്നത്. ഇതിൻ്റെ അകത്ത് സെലക്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതില്ല, ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതാണ് വരുന്നത്. ഇതിൻ്റെ നേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒഴിവാക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ലേബൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഉണ്ട്. മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ എന്ന് മാത്രം ഇട്ട് കൊടുത്താൽ ഞാനത് കാണിച്ചു തരാം. ജസ്റ്റ് എനിക്കിപ്പോൾ മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം ഇട്ട് കൊടുക്കുക. സോ ഞാൻ റീഫ്രഷ് ചെയ്യുന്നു. റീഫ്രഷ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ വയനാട്, അതേപോലെ മലപ്പുറം, കോഴിക്കോട്, ഇതല്ലേ ഇങ്ങനെ ലെവലിലേക്കുള്ള നമ്മളെ ഈ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ഫിലമെൻറ്റ് ചെയ്ത് തരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനങ്ങൾ നമ്മൾ പഠിക്കണം, എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഇന്ന സാധനം സെലക്റ്റിലുണ്ട് എന്നുള്ള കാര്യം. പിന്നെ ഈ സെലക്റ്റിൽ സ്വാഭാവികമായിട്ട് ഞാനെന്തത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് നിങ്ങൾ വിചാരിക്കും സ്റ്റേറ്റ് ആരെങ്കിലും ഇങ്ങനെ വിളിക്കുക, എല്ലാം സ്റ്റാറ്റിക് ആയിട്ട് വിളിക്കുക, അതിന് നമ്മളൊരു മാസ്റ്റർ ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിനെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. എങ്ങനെയാണ് വേണ്ട റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഈ സ്റ്റേറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇതിൽ ലെവലിൽ ആദ്യം ചെയ്തു പോയി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള നമുക്ക് ചെയ്യാം. മെല്ലെ ചെയ്തു പോവാം. ഓക്കെ, അപ്പോൾ അടുത്തത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ ബട്ടണാണ്. അപ്പോൾ ആ റേഡിയോ ബട്ടൺ എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്നത്, റേഡിയോ ബട്ടൻ്റെ നമുക്ക് ഇവിടെ പോയിട്ട് നോക്കിയൊക്കെ എന്താണെന്നുള്ളത്. ഇപ്പോൾ റേഡിയോ എന്ന് പറയുന്നത് ഉണ്ടോ അവിടെ ഇരിക്കുന്നത്. സോ ഇത് തന്നെയാണ് ഇവിടുന്നത്. ഇതിൽ ജസ്റ്റ് ഈ ക്ലാസ് മാത്രമേ മാറുന്നുള്ളൂ, വേറെ ഒന്നും മാറുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ സെലക്റ്റിനെ ഒന്ന് കോപ്പി എടുക്കാം. സെലക്റ്റിനെ കോപ്പി എടുത്തതിന് ശേഷം ഞാനിത് മാറ്റി റേഡിയോ എന്നുള്ള ലെവലിലേക്ക് ആക്കി. ഓക്കെ, റേഡിയോ എന്ന് പറയുന്ന ലെവലിൽ ഇവിടെ എന്താണെന്നുള്ളത് ഇപ്പോൾ സ്റ്റാറ്റസ് എന്ന് കൊടുക്കാം. റേഡിയോ നമുക്ക് സ്റ്റാറ്റസ് എന്നുള്ള ലെവലിലേക്ക് ഇവിടെ കൊടുക്കാം. സ്റ്റാറ്റസ് അതിലിപ്പം ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുന്നു. അതേപോലെ ഇനാക്റ്റീവ് എന്ന് പറയുന്ന ലെവലിൽ ഇതൊക്കെ ഇത് കൊടുക്കുന്നു. ഈ രണ്ട് സാധനം നമുക്ക് മൂന്നാമത്തെ വാല്യൂ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, സോ ഇതിൽ ഈ സാധനങ്ങളൊന്നും വേണ്ട, മൾട്ടിപ്പിളും സെർച്ചബിളൊന്നും വേണ്ട. ഇതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ നേറ്റീവ് ഓപ്ഷൻസ് നോക്കി നോക്കാം. നമുക്ക് നേറ്റീവിൽ കൊടുത്തിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഞാനത് റീഫ്രഷ് ചെയ്യുന്നു, കണ്ടോ. അപ്പോൾ എന്താ നേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഇതിന് നേറ്റീവ് എന്ന് പറയുന്ന സാധനം ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്കതങ്ങ് ഒഴിവാക്കാം, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതാണ് സ്റ്റാറ്റസ് ഇവിടെ വന്നിട്ടുണ്ട്, റേഡിയോ ബട്ടൺസ് ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ഇവിടെ കൊടുത്ത ഇതാണ് നെയിം ഇതിൻ്റെ വരിക. ഈ സ്റ്റാറ്റസ് അതേപോലെ സ്റ്റേറ്റ് ഈ നെയിമിൻ്റെ പേരിൽ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. അത് അവന്മാരായിക്കോളും, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തുള്ള ഒരു സാധനമാണ് ടോഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടോഗിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയോ ബട്ടൺ ഇതിനെ നമുക്കൊന്നുകൂടി കോപ്പി എടുത്തതിന് ശേഷം ഇപ്പം നിങ്ങൾക്ക് ടോഗിൾ എന്ന് പറയുന്ന ഈ സാധനത്തിനെ ഒന്ന് യൂസ് ചെയ്യാം. ഓക്കെ, സോ ടോഗിൾ എന്ന് പറയുന്ന സാധനം ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ടോഗിളിന് ഓപ്ഷൻസ് ഇല്ല, ഓപ്ഷൻസ് തന്നെ ഞാനിട്ടാ, സോറി. ടോഗിളിനെ നമുക്ക് ഇവിടെ നിന്ന് പോയി നോക്കി നോക്കാം. ടോഗിളിന് എന്താണ് ഉണ്ട്, ടോഗിളിൻ്റെ നെയിം മാത്രം കൊടുക്കാനുള്ളൂ, വേറെ ഒന്നും കൊടുക്കാനില്ല. ഓക്കെ, അപ്പോൾ ആ ടോഗിളിന് നമുക്ക് ഈ സാധനം വേണ്ട. ജസ്റ്റ് നമുക്ക് സാധാരണ എന്താ അഡ്മിൻ എന്ന് പറയുന്ന ഒരു ടോഗിളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, അങ്ങനെ കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ട് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കി നോക്കാം. എവിടെ പോയി ഇതാ ടോഗിൾ ബട്ടൺ വന്നുണ്ടോ. അപ്പോൾ ഇതൊക്കെ ഇത് നിങ്ങളുടെ റിക്വയർമെൻ്റ് ആണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ടോഗിൾ ബട്ടൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാം എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ അടുത്ത വരുന്നതാണ് ചെക്ക് ബോക്സ്. ഇതാരത്
അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ബോക്സ് ആണ്. ചെക്ക് ബോക്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ചെക്ക് ബോക്സിൻ്റെ നോക്കിയൊക്കെ നമുക്ക് ചെക്ക് ബോക്സിൻ്റെ ഡോക്യുമെൻറ്റേഷൻ്റെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇത് അറിയാൻ പറ്റും. അല്ലേ, ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞിട്ട് മാറ്റമൊന്നും വരുത്താനില്ല. സോ നമുക്ക് എന്താക്കാം, ഈ ടോഗിളിനെ ഒന്നുകൂടി കോപ്പി എടുത്തതിന് ശേഷം ചെക്ക് ബോക്സ് എന്നുള്ള ലെവലിലേക്ക് വിളിക്കാം. സോ നമുക്ക് ചെക്ക് ബോക്സിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ അഡ്മിൻ ആണോ എന്നുള്ളത് ചെക്ക് ബോക്സിൽ ആഡ് ചെയ്യുക. റീഫ്രഷ് ചെയ്യുന്നു. റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഇതാക്കുന്നു, ചെക്ക് ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതല്ല, ഇതിപ്പോൾ രണ്ടും ഒരേ നെയിം കൊടുത്തുകൊണ്ടാണ് കേട്ടോ ഇത് വരുന്നത്. ഇപ്പോൾ ജെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിലേക്ക് നമുക്ക് ഇതിനെ കൊടുക്കാം. റീഫ്രഷ് ചെയ്തു ജെൻഡർ എന്നുള്ള ലെവലിൽ എന്തെങ്കിലും, അതായത് ഞാനിതിങ്ങനെ ജസ്റ്റ് കാണിച്ചു തരുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുക എന്നുള്ളത്. ഇതിൻ്റെ സബ്മിഷൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ ഈ നെയിമിൽ ടേബിളിൽ ഡാറ്റ ഉണ്ടോ എന്ന് നോക്കും. ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനേക്ക് കറക്റ്റായിട്ട് ഇൻസേർട്ട് ആവുകയും ചെയ്യും. പിന്നെ വരുന്ന മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നതാണ് ടെക്സ്റ്റ് ഏരിയ. സോ ടെക്സ്റ്റ് ഏരിയ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്ന ഫിലമെൻറ്റിൻ്റെ അകത്തുള്ള ടെക്സ്റ്റ് ഏരിയ മേക്ക് അഡ്രസ് എന്ന് പറയുന്ന ലെവലിലേക്ക് ഒരു സാധനം ടെക്സ്റ്റ് ഏരിയ ക്രിയേറ്റ് ചെയ്യാം. സോ റിഫ്രഷ് ചെയ്യുമ്പോൾ അവിടെ ഇപ്പോൾ ഇതാ അഡ്രസ്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഏരിയ ഇവിടെ വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വരുന്ന സാധനം കുറച്ച് ഹൈറ്റ് കൂട്ടി വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്തൊക്കെ ഇങ്ങനെ റോസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 റോസ് വേണമെന്നുള്ള ലെവലിലാണെന്നുണ്ടെങ്കിൽ റിഫ്രഷ് ചെയ്യുക അല്ലേ, 10 റോ ക്രിയേറ്റ് ആവും. അപ്പോൾ ഇങ്ങനെയുള്ള ഫോം എലമെൻറ്റ്സ് കംപ്ലീറ്റ്ലി കാര്യങ്ങൾ ഞാനിത്രേ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിൽ പലതരത്തിലുള്ള സാധനങ്ങളായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ലെവലിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് എന്താണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കി നോക്കും. ഏതൊക്കെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഫയൽ അപ്ലോഡൊക്കെ ഉണ്ട്. ഫയൽ അപ്ലോഡൊക്കെ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് പോലെ ഫയൽ അപ്ലോഡ് കിടക്കട്ടെ. ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ലെവലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. S3-ലേക്കൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോക്കൽ ഡ്രൈവറിലേക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മളുടെ അപ്ലോഡിംഗ് ഒക്കെ കാണാൻ നല്ല രസമാണ് ഇതിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും. റിച്ച് ടെക്സ്റ്റ് എഡിറ്റർ ഇല്ലേ, റിച്ച് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ സംഭവം ബോൾഡ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സമ്മർ നോട്ട് പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാർക്ക് ഡൗൺ എഡിറ്റർ, അതേപോലെ അതിൻ്റെ ചെറുതായിട്ടുള്ളൊരു സിംപ്ലിഫൈ ചെയ്ത മാർക്ക് ഡൗൺ ആയിട്ടുള്ള വരുന്ന സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുന്ന റിപ്പീറ്റർ എന്ന് പറയുന്നത് ഈ റിപ്പീറ്ററാണ് ഞാനൊരു തവണ ഞാൻ ഫിലമെൻറ്റ് തുടങ്ങി ചെയ്ത് നോക്കി കഴിഞ്ഞ സമയത്ത് ലോക്കായി പോയ ഒരു സ്ഥലത്ത് എന്നെ ഹെൽപ്പ് ചെയ്ത സാധനമാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ റിപ്പീറ്റർ എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിയാൽ കളർ പിക്കർ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളർ പിക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഡിഫോൾട്ട് ആയിട്ടുള്ളുണ്ട്. പിന്നെ അതേപോലെ ടോഗിൾ ബട്ടൺസ് എന്താ സംഭവം? ടോഗിൾ ബട്ടൺസ് നല്ല ബട്ടൺ, അതായത് നമ്മൾ ടോഗിൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിന് പകരം ഇങ്ങനെ ബട്ടൺസിൽ ചെയ്യണമെന്നുണ്ടെന്നുണ്ട്. അതൊക്കെ പിന്നെ നമ്മൾ ഹിഡൻ ഫീൽഡ് എന്തെങ്കിലും ഫോമിൽ ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ചെയ്യുന്ന സമയത്ത് ആവശ്യം വരുന്ന സാധനമാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടൊന്ന് നോക്കി നോക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരാണെന്നത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ദെൻ ബാക്കി അടുത്ത ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ, അതായത് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നിടത്ത് റിലേഷൻ ലെവലിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ള സമയത്തൊക്കെ, അതായത് നമുക്കൊരു സ്റ്റുഡൻറ്റ്, ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസിൻ്റെ ആണല്ലോ മാസ്റ്റർ ചെയ്തിട്ടുള്ളത്. സോ മാസ്റ്റർ ചെയ്തതിന് ശേഷം സ്റ്റുഡൻറ്റിനെ നമുക്ക് എന്താക്കാം, ഒരു പാരൻറ്റ് എന്ന് പറയുന്നൊരു മാസ്റ്ററിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പാരൻറ്റിന് ഇതിലേക്ക് ലിങ്ക് ചെയ്യുന്ന ലെവലിലേക്കൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്ത് നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, പെട്ടെന്ന് തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ശരി, എന്നാലും ബാക്കിയുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.